KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയിൽ വിവാദ പരാമർശവുമായി എത്തിയിരിക്കുകയാണ് ഗതാഗത മന്ത്രി CP ജോൺ. പൈസ കൊടുക്കാതെ സൗജന്യ യാത്രയുള്ള ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുകയാണ്. എന്നാൽ അവരുടെ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നു. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ അവർ പോകാറില്ല. പകരം സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ പോയി കിടക്കും. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നു എന്നാണ് ഈ മന്ത്രി പറയുന്നത്. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലാണ് മന്ത്രിയുടെ വിവാദ പ്രസ്താവന ഉണ്ടായിരുന്നത്. ബസ്സിൽ കൊടുക്കാൻ പണമില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ്. സർക്കാർ സ്കൂളുകൾ ഇപ്പോഴും സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. ഫീസ് കൊടുക്കേണ്ടതില്ലാത്ത സർക്കാർ സ്കൂളിൽ പോലും വിടാതെയാണ് പൈസ മുടക്കി സ്വകാര്യ സ്കൂളിലേക്ക് വിടുന്നത്. ആശുപത്രിയുടെ കാര്യമെടുത്താൽ ഇതേ സ്ത്രീ തന്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ പോയി കിടക്കുകയാണ്. പ്രിയദർശിനി വന്നപ്പോൾ സ്ത്രീകൾ സ്വകാര്യ ബസ് വിട്ട് പ്രിയദർശിനിയിൽ തിക്കിത്തിരക്കി പോകുന്നതിന്റെ കാരണം സ്വകാര്യ ബസ്സിനോടുള്ള വിരോധമോ എന്നോടുള്ള സ്നേഹമോ അല്ല, കുടുംബിനികൾക്ക് കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണെന്നും CP ജോൺ പറയും. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം തന്നെ അതിശയിപ്പിക്കുന്നുവെന്നും മന്ത്രി പറയും. സ്വകാര്യ ബസ് ഉടമകളുടെ സംസ്ഥാന സമ്മേളനം ഇന്നലെയാണ് പാലക്കാട് നടന്നത്. സ്വകാര്യ ബസ് മേഖലയുടെ തളർച്ചയ്ക്ക് കാരണം പ്രിയദർശിനി പദ്ധതി അല്ലെന്നും അതുകൊണ്ട് മാത്രമാണ് അവർ പ്രതിസന്ധി നേരിടുന്നതെങ്കിൽ ചർച്ച ചെയ്ത് അത് പരിഹരിക്കാമെന്നും കൂടെ മന്ത്രി പറഞ്ഞു. അതേസമയം തന്റെ വാക്കുകൾ വളച്ചൊടിച്ചുവെന്നും മന്ത്രി ഈ വിവാദത്തോട് പ്രതികരിച്ചു. താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. സൗജന്യയാത്ര സ്ത്രീകളുടെ അവകാശമാണ്, അത് ഞങ്ങൾ കൊടുക്കുകയാണ് ചെയ്തത്. സ്വകാര്യ ആശുപത്രിയിൽ പോകാനുള്ള പണം ഇല്ലാത്തത് കൊണ്ടാണ് അവർ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത്. കുട്ടികൾക്കെങ്കിലും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ വേണമെന്നുള്ളത് കൊണ്ടാണ് പൈസയുണ്ടാക്കി സ്വകാര്യ സ്കൂളിലേക്ക് വിടുന്നത്. പ്രിയദർശനിൽ നിന്നും സർക്കാർ ഒരിഞ്ച് പിന്മാറില്ലെന്നും കൂടെ മന്ത്രി പറയുന്നുണ്ട്. ഇയാൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. വായിൽ തോന്നിയതൊക്കെ വിളിച്ചു കൂവുകയാണ്, എന്നിട്ട് അതിനെ സ്വയം ന്യായീകരിക്കുന്നു. CP ജോൺ എന്ന ആളില്ലാ പാർട്ടിയുടെ നേതാവ് ഒരു കാര്യം മനസ്സിലാക്കണം. എങ്ങനെയെങ്കിലും ഭരണം പിടിക്കാൻ KSRTC സ്ത്രീകൾക്ക് സൗജന്യയാത്ര പ്രഖ്യാപിച്ചുകൊണ്ട് വോട്ട് തെണ്ടിയത് നിങ്ങളാണ്. അവരുടെ വോട്ട് വാങ്ങി ജയിച്ച് മന്ത്രിയായ ആളാണ് CP ജോൺ. അവരുടെ വോട്ടിന്റെ വിലയാണ് UDF സർക്കാർ നൽകുന്ന സൗജന്യ യാത്ര. അതിനെ പരിഹസിക്കാൻ ഗതാഗത മന്ത്രി തന്നെ വരുന്നത് അങ്ങേയറ്റം മോശമായ കാര്യമാണ്. അതേപോലെ സർക്കാർ ആശുപത്രി ഇവിടുത്തെ പൊതുജനങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ മന്ത്രിമാരൊക്കെ പനിയോ തുമ്മലോ ജലദോഷമോ ഒക്കെ വന്നാൽ വിദേശത്ത് പോകും, അല്ലെങ്കിൽ ഇവിടെയുള്ള 5 സ്റ്റാർ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ നിങ്ങൾക്ക് കിട്ടും. എന്നാൽ സാധാരണക്കാർ അസുഖം വന്നാൽ എവിടെയാണ് പോകേണ്ടത്? കയ്യിൽ കാര്യമായ രീതിയിൽ പണമില്ലാത്തവർക്ക് ആശ്രയം സർക്കാർ ആശുപത്രികൾ തന്നെയാണ്. ആകെ 4 3 7 പേരില്ലാത്ത ഒരു ഈർക്കിലി പാർട്ടിയുടെ മന്ത്രിയാണ് ഈ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത്. ഈ സൗജന്യയാത്ര വേണമെന്ന് പറഞ്ഞ സ്ത്രീകൾ ആരും ഇവിടെ സമരം ചെയ്തിട്ടില്ല, ഒരു പ്രതിഷേധവും നടത്തിയിട്ടില്ല. നിങ്ങൾക്ക് വോട്ട് കിട്ടാൻ നിങ്ങൾ തന്നെ കൊടുത്ത വാഗ്ദാനമാണ് ഇതൊക്കെ. അതുകൊണ്ട് ഇതൊന്നും CP ജോണിന്റെ ഔദാര്യമല്ല, അദ്ദേഹത്തിന്റെ വീട്ടിലെ പണം കൊണ്ടല്ല അതൊക്കെ ചെലവാക്കുന്നത്. നാട്ടുകാരെ കല്യാണത്തിന് വിളിച്ചിട്ട് അവർ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഹോട്ടലിൽ പോയി കഴിക്കുമ്പോൾ പൈസ കൊടുക്കാറില്ലേ എന്ന് വിളിച്ചു ചോദിക്കുന്ന അതേ അല്പത്തരമാണ് ഈ മന്ത്രി ഇപ്പോൾ വിളിച്ചു പറയുന്നത്. പണ്ടുകാലത്ത് MV രാഘവൻ CPM വിട്ടു പോകുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, MVR പോകുന്നതിനേക്കാൾ പാർട്ടിക്ക് നഷ്ടം CP ജോൺ എന്ന ആ ബുദ്ധിജീവിയായ യുവനേതാവ് പോകുന്നതാണെന്ന്. എന്നാൽ അന്ന് തൊട്ട് ഇന്നേ വരെ ഒരു കാര്യത്തിനും ഈ ബുദ്ധിജീവി നാടകം കളിക്കുന്ന ആളെ ജനങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പോൾ മന്ത്രിയായപ്പോൾ ഏറ്റവും മോശം മന്ത്രി എന്ന പേരെടുക്കാൻ ഇദ്ദേഹം മുന്നിൽ തന്നെയുണ്ട്. ഈ മന്ത്രിസഭയിലെ മോശം മന്ത്രി എന്ന സ്ഥാനത്തിന് മുരളീധരനായിരിക്കും അർഹനെന്ന് പലരും കരുതിയെങ്കിലും അവർക്കെല്ലാം തെറ്റിപ്പോയി. വള്ളപ്പാടുകൾ മുരളിയെ പിന്നിലാക്കി ആ 1ാം സ്ഥാനത്തേക്ക് CP ജോൺ ഒറ്റയ്ക്ക് കുതിച്ചു പായുകയാണ്.